നീണ്ട താരനിര തന്നെ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരുപാട് അവകാശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയായിരുന്നത്. ഐ മീൻ ഒരുപാട് നാളുകളായിട്ട് തിയേറ്ററിൽ ഇങ്ങനെ ആഡ് പോകുന്നുണ്ടായിരുന്നു എന്നുള്ളതല്ലാണ്ട് അതിനപ്പുറത്തേക്ക് വലിയൊരു തള്ളി മറിക്കലും ഒന്നും ഇല്ലാതെ വന്ന സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും സിനിമയുടെ ആ ഒരു മേക്കിംഗ്, അതിന്റെ ആ ഒരു ഇൻട്രോ പറയുന്നത് തന്നെ ലാലേട്ടന്റെ ഒരു നറേഷനിലാണ്. അവിടെ മുതൽ സിനിമയ്ക്ക് ഒരു എനർജി ഉണ്ട്. ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ മേക്കിംഗ് പ്രോസസ് ആയിരുന്നാലും എല്ലാത്തിലും ഒരു ഡിഫറൻസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമയായിട്ട് തോന്നിയില്ല. 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും 3D മൂവിക്കകത്ത് വരുന്ന കുറച്ച് ഇമ്മേഴ്സീവ് വിഷ്വൽ എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് വളരെ വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കണ്ടിടത്തോളം ഫീൽ ചെയ്തത്. ഇൻട്രോ കഴിഞ്ഞ് സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് 3Dയുടെ ആ ഒരു ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടത്തക്ക വിധത്തിലുള്ള കുറെ ഫ്രെയിംസ് അത് VFX ആണെങ്കിൽ പോലും വളരെ ഒരു അണ്ടർ റേറ്റഡ് VFX ആയിട്ടൊന്നും തോന്നിയില്ല.